ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നിരുന്നൊരു മുഖ്യമന്ത്രിയുണ്ട്, നെക്സ്റ്റ് മുഖ്യമന്ത്രി ശൈലജ ടീച്ചർ. എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറയട്ടെ, മാഗ്നാനിമിറ്റി നെവർ. എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഗുണത്തിനും ദോഷത്തിനും എല്ലാം മതി. ഇപ്പോൾ ഓക്കി, പ്രളയം, അതെല്ലാം വന്നപ്പോഴും കേരളം വീണു പോകാതെ ഇതിൽ ഞങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പിണറായിയുടെ ഒരു ഉറച്ച വിശ്വാസമുണ്ട്. അപ്പൊ ഞങ്ങള് ഞാൻ പറയട്ടെ അപ്പോ പലപ്പോഴും ഈ ഇതിനെ എതിർക്കാൻ ഒരു ദ്വന്ദ്വം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടുവരാറുണ്ട്. അങ്ങനെ ആയിരിക്കാൻ ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു പകരം ഒരാളെ കാണുന്നു എന്നുള്ള മട്ടിൽ കുറച്ച് പേരൊക്കെ, അതൊരു വളരെ വ്യാപകമായിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ലെറ്റ് മീ ആസ്ക് യു വൺ മോർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സിനിമ ഇറങ്ങി, വൈറസ്. അതിനകത്തുള്ള ക്യാരക്ടർ, രേവതി ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ടീച്ചറമ്മയുടെ ക്യാരക്ടറായിരുന്നു. ഏകദേശം ലുക്ക് വൈസും ബിഹേവിയർ വൈസും എല്ലാം ആളുകളെല്ലാം ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അത്. ടീച്ചർക്ക് ആ സിനിമ കണ്ടപ്പോൾ എന്തേ തോന്നിയത്? സിനിമ എടുക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ആഷിഖ് അബുവിനോട് സംസാരിച്ചിരുന്നു, ഓൺലി 10 മിനിറ്റ്സ്. അപ്പം ഞാൻ പറഞ്ഞത് സയൻറ്റിഫിക് ആയിരിക്കണം. നാളത്തെ തലമുറയ്ക്ക് എന്തെങ്കിലും അതിനകത്ത് ഈ വൈറസിനെ കുറിച്ച് പിന്നെ എന്തെങ്കിലും ഒരു വിവരം കിട്ടണം. ഏതെങ്കിലും ഒരു വ്യക്തി പ്രാധാന്യമുള്ള സിനിമയായിട്ട് മാറ്റരുത് എന്ന് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ആഷിഖ് പറഞ്ഞു. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ആരെയും ഗ്ലോറിഫൈ ചെയ്യാനല്ല. ഞങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള കുറേ ആളുകളെ സൂചിപ്പിക്കും, ഉറപ്പായിട്ടും ടീച്ചറിനെയും സൂചിപ്പിക്കും. ടീച്ചറിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് പറഞ്ഞു. പക്ഷേ സിനിമ ഈ സിനിമ പിന്നെ അത് ഒരിക്കലും ജീവിത യാഥാർത്ഥ്യമായിട്ട് പൂർണ്ണമായും പൊരുത്തപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ നന്നായിട്ട് അതിനകത്ത് ഈ വൈറസിന്റെ കാഠിന്യമൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ടും ചെങ്ങരോത്തെ ഗ്രാമക്കാർ പറയും ഞങ്ങൾ അനുഭവിച്ചതിന്റെ കാൽഭാഗ സിനിമയിൽ വന്നിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ട്. ഇത്രയും അതിന്റെ വിഷമമൊക്കെ ഒരു ഓട്ടോറിക്ഷയിൽ ചുമയുള്ള ഒരാൾ കയറാൻ നോക്കുമ്പം ഓട്ടോറിക്ഷക്കാരൻ പേടിച്ച് ഓടിപ്പോയതൊക്കെ അതിനകത്തുണ്ട്. അതിനേക്കാൾ ഭീകരമായിരുന്നു അവസ്ഥ അവിടെ. അതുകൊണ്ട് തന്നെ ചെങ്ങരോത്ത് ഗ്രാമക്കാർ പറയുന്നത് ഞങ്ങളിവിടെ അനുഭവിച്ചതിൻ്റെ, അല്ല കോഴിക്കോടുകാർ പറയുന്നത് ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ കാൽഭാഗ സിനിമയിൽ വന്നിട്ടില്ലെന്ന്. അത്രേ വരുത്താൻ പറ്റുള്ളൂ, അത് സിനിമയാണല്ലോ. മറ്റൊന്ന് ക്യാരക്ടേഴ്സ്. അപ്പോൾ ആഷിഖ് എന്നോട് പറഞ്ഞു ഓരോ ആളെയും പ്രത്യേകിച്ച് ക്യാരക്ടർ ആക്കിയിട്ടില്ല. ഹെൽത്ത് സെക്രട്ടറി അതിനകത്ത് എവിടെയില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞിരുന്നു അയ്യോ എൻ്റെ ഹെൽത്ത് സെക്രട്ടറി വളരെ ലീഡിങ് റോളായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു അതില്ല, അത് ഹെൽത്ത് സെക്രട്ടറിയും ഡയറക്ടറും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു റോളാണ് അതിനകത്ത് നമ്മുടെ പൂർണിമ ചെയ്തിട്ടുള്ളൊരു റോള്. അതാണ് സിനിമ. അതിനകത്ത് കഥയിൽ ചോദ്യമില്ല. ഇത് വേറെ വേറെ രാജീവ് സദാനന്ദൻ ഇവിടെ, സരിത എവിടെ, നവീൻ എവിടെയെന്നൊന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ല, ശരിയുമല്ല. പിന്നെ അതിനകത്തുള്ളത് രേവതിയെ എൻ്റെ സ്റ്റൈലിലാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ്. അത് രേവതിയുടെ ആ പടം പിന്നെ കണ്ടപ്പോൾ എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അമ്മയെ രേവതി അമ്മയെ പോലെ തന്നെ ഇരിക്കുന്നു. അമ്മയുടെ ആ പഴയ ഒരു വൃത്തികെട്ട സാരി ഉണ്ടായിരുന്നു, ഒരു കോട്ടൺ സാരി, അത് രേവതിക്ക് അമ്മ കൊടുത്തതാണോ ഇതിന് കൊടുക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ അല്ല മോനെ, അവരൊന്നും സാരി ഒന്ന് ആ ഒരു പച്ച ബോർഡർ, ഒരു പ്രത്യേക ഒരു വരണ്ട ഒരു സാരി ഉണ്ട്, ഒരു കോട്ടൺ സാരി ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സാരിയൊക്കെ തപ്പിയെടുത്തിട്ട് അതൊക്കെ ഉടുത്തിരിക്കുന്നു.